ഹായ് ഗായ്സ്, ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് ക്ലീനിങ്ങും അതുപോലെ തന്നെ കുറച്ച് തുണിയലക്കലും പിന്നെ കുറച്ച് കുക്കിംഗ് ഒക്കെ ആട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കറി വെക്കാൻ പോകുന്നത് മീനാണ്. മീൻ പപ്പ ക്ലീനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ വീട്ടിലില്ല, അമ്മ ജോലിക്ക് പോയി. അതുകൊണ്ട് തന്നെ ഞാൻ കരുതി നമ്മളൊന്ന് കുക്ക് ചെയ്തേക്കാന്ന്. നമ്മൾ ചട്ടി ചൂടാക്കി ഉലുവ ഇട്ടു, കടുകിട്ടു, ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ മൂപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പില ഇട്ട് ഉപ്പ് ഇട്ട് വഴറ്റിയെടുത്തു. അതിനുശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ട് നമ്മൾ മൂപ്പിച്ചെടുത്തു. മൂപ്പിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് പുളിവെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് എണ്ണ തെളിയുന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുത്തു. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് മീൻ ഇട്ടു. കുറച്ച് കറിവേപ്പില ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കറി അവിടെ സെറ്റ്. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ അലക്ക് പരിപാടി തുടങ്ങി. 3:30 ആയപ്പോഴാണ് നമ്മൾ അലക്കാൻ ഇറങ്ങിയത്. കാര്യം പറഞ്ഞ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ അതിൽ അലക്കില്ല, കാരണം ചെളി പോകത്തില്ല. അപ്പം നമ്മളിതാ എൻ്റെ 2 ആഴ്ചത്തെ ഡ്രസ്സാണ് കടന്ന് അലക്കുന്നത്. ഇന്നിപ്പോൾ കുളിച്ചിട്ട് മാറിയിട്ട് അങ്ങനെ ഡ്രസ്സില്ല, അതിനിപ്പോൾ വെപ്രാളപ്പെട്ട് ഇന്ന് തന്നെ അലക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ ബീഫും കൂടെ കറി വെച്ചേക്കാം. അപ്പോൾ ബീഫും പപ്പ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും കൂടെ കഴിയുന്നതിന് ശേഷം നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് നമ്മളെടുത്തിട്ട് തിരുമ്മി എടുത്തു. അതിനുശേഷം നമ്മൾ അതും കറി വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതാണ്. ആ ഇളക്കിയതിൻ്റെ ഒരു പരുവാണ് നിങ്ങൾ ആ തവിയിൽ കണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഈസ്റ്റർ വിശേഷങ്ങളൊക്കെ എവിടം വരെയായി എന്ന് പറയുക. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. ടാറ്റാ.